ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളമാണ് പരീക്ഷ വരുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയാലോ? എല്ലാ മക്കളും റെഡി അല്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, അപ്പൊ 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് നാളത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാർക്ക് വായിക്കാനായിട്ട് എന്ത് ചെയ്യും, ചിലപ്പം ഒരു കഥയോ ഒരു കുറിപ്പോ തരും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തായിരിക്കും, കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ കുറിപ്പായിക്കോട്ടെ കഥയായിക്കോട്ടെ നന്നായിട്ട് ഇരുന്നിട്ട് ഒരു 2-3 പ്രാവശ്യം വായിക്കാം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യാം, അതിനുള്ള ഉത്തരങ്ങൾ എഴുതാം കേട്ടോ. ഇനി ഉത്തരങ്ങളൊക്കെ നമുക്ക് എവിടുന്ന് തന്നെ കിട്ടും, നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ കുറിപ്പിലുണ്ടായിരിക്കും അല്ലേ? അപ്പൊ മക്കൾ എന്ത് ചെയ്താൽ മതി, ആദ്യ ഒരു പ്രാവശ്യം കുറിപ്പ് വായിച്ചതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു ഭാഗം വായിച്ചു നോക്കുക കേട്ടോ. അങ്ങനെ വായിക്കുന്ന സമയത്ത് മക്കൾക്ക് എന്ത് മനസ്സിലാവും, ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്, ഏത് ഭാഗമാണ് ഞങ്ങൾക്ക് കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് വായിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലാവും കേട്ടോ. അതിനാണ് ടീച്ചർ പറഞ്ഞത്, ഒരു പ്രാവശ്യം വായിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ജസ്റ്റ് ക്വസ്റ്റ്യനും കൂടി നോക്കുക. അതിനുശേഷം രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി മക്കൾ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു കുറിപ്പൊക്കെ ആണെങ്കിൽ അതിന്ന് മക്കളടുത്ത് സമാന പദങ്ങൾ എഴുതാനോ അല്ലെങ്കിൽ പിരിച്ചെഴുതാനോ ഒക്കെ മക്കൾക്ക് ചോദിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു കഥ തരുന്നതെന്ന് വെച്ചാൽ ആ കഥയ്ക്ക് ഒരു തലക്കെട്ട് നൽകാനൊക്കെ മക്കളടുത്ത് പറയും. അപ്പൊ എന്ത് ചെയ്യുക, മക്കളൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതായത് ഒരു കുറിപ്പ് തന്നിട്ട് ഉത്തരം എഴുതാനായിട്ടുള്ള ഒരു ചോദ്യം മക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതെങ്കിലും നാടൻ കളികളെ കുറിച്ചിട്ട് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരുപാട് നാടൻ കളികളെ പേരുകളൊക്കെ മക്കൾ പഠിച്ചിട്ടില്ലേ? അപ്പം കളികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരും. കൂട്ടമായിട്ട് കളിക്കുന്നതും ഒറ്റയ്ക്ക് കളിക്കുന്ന കളികളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ എന്ത് ചെയ്യുക, കളികളെ കുറിച്ചിട്ട് കുറിപ്പ് എഴുതാനായിട്ട് ചിലപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കിയിട്ട് വെക്കുക. പറ്റുന്നതും ഏതെങ്കിലും ഒരു നാടൻ കളിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എഴുതാനായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ. അതായത് ആ കളി കളിക്കാൻ എത്ര ആളുകൾ വേണം, എന്തെങ്കിലും ഉപകരണങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുക, മക്കൾ ഏതെങ്കിലും ഒരു കളിയെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ട് വരാവുന്ന മറ്റൊരു കാര്യമാണ് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട്. എന്താണ് മക്കളെ, അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനായിട്ടുള്ള ഒരു ചോദ്യം വരും കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക, കാര്യം ഒന്ന് നോക്കുക. ചിലപ്പോൾ മക്കളടുത്ത് ഏതെങ്കിലും ഒരു വേനൽക്കാല അനുഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ മഴക്കാല അനുഭവങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്തുള്ള കുട്ടിക്കാല അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും, മക്കളടുത്ത് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറയൂ കേട്ടോ. എന്താ സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അതനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക, എഴുതുക കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുണ്ട്, നാളെ മലയാളമാണ് എക്സാം ഉള്ളത്. അപ്പൊ എന്താ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ടുണ്ടായിരിക്കും, ഒരുപാട് നമുക്ക് എഴുതാനായിട്ടുണ്ടായിരിക്കും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഓരോ ഉത്തരവും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക കേട്ടോ. കാര്യം ചിലപ്പോൾ നമുക്ക് ഒരുപാട് എഴുതാനായിട്ട് ചിലപ്പോൾ സമയമൊക്കെ കിട്ടാതെ വരും. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, പറ്റുന്നത് വേഗം തന്നെ എന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതി പോകാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, പിന്നെ മക്കൾക്ക് വരാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഡയറി എഴുതാനായിട്ടുണ്ടായിരിക്കും. ഡയറി ഒന്നും എഴുതേണ്ട ഫോർമാറ്റ് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, മക്കൾക്ക് അറിയുന്നതാണ് അല്ലേ? നമ്മൾ കുറേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഇപ്പോഴും നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ എന്ത് വരും, നിങ്ങൾക്കൊരു ഡയറി എഴുതാനുള്ള ഒരു പ്രവർത്തനം വരും. അപ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് നോക്കിയിട്ട് പോവുക. നിങ്ങൾ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഏരിയ ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് പോവുക കേട്ടോ. അതുപോലെ തന്നെ പിന്നെ മക്കൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ചൊല്ലുകൾ. കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചൊല്ലുകളൊക്കെ എന്ത് ചെയ്യുക, മക്കൾ നോക്കിയിട്ട് പോവുക കേട്ടോ. അത് ചിലപ്പോൾ നമുക്ക് മിക്കപ്പോഴും എഴുതാനായിട്ട് വരും. കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചൊല്ലുകൾ കൂട്ടുകാരടുത്ത് എഴുതാനായിട്ട് പറയും. അപ്പൊ എന്ത് ചെയ്യുക, ചൊല്ലുകളൊന്ന് നോക്കിയിട്ട് പോവുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾക്ക് ചിലപ്പം കഥ പൂർത്തീകരിക്കാനായിട്ട് ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കഥയുടെ ആദ്യത്തെ കുറച്ച് ഭാഗം തരും, എന്നിട്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മക്കളടുത്ത് കണ്ടെത്തിയിട്ട് കഥ പൂർത്തീകരിച്ച് എഴുതാനായിട്ട് പറയും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, ആ ഭാഗം ഒന്ന് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ സംഭാഷണവും നമുക്ക് മലയാളത്തിൽ കണ്ടുവരുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, സംഭാഷണം എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് നന്നായിട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് സംഭാഷണം എഴുതാനായിട്ട് നോക്കുക കേട്ടോ.
ഓക്കെ മക്കളെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് മക്കൾ നോക്കിയിട്ട് പോവുക. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട് പുസ്തകങ്ങളും നന്നായിട്ട് വായിക്കുക കേട്ടോ. നന്നായിട്ട് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നാളത്തെ എക്സാമിൽ പോയിട്ട് നല്ല കുട്ടികളായിട്ട് മിടുക്കന്മാരായിട്ട് മുഴുവൻ മാർക്കും മേടിക്കുക കേട്ടോ നാളത്തെ എക്സാമിന്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കാര്യം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.